ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിരുന്നു എന്നൊക്കെ. അപ്പോൾ ഡോക്ടർ കുറച്ച് ദിവസത്തെ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, കഴിച്ചിട്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ സ്കാൻ സെൻറ്ററിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു, നിലമ്പൂരുള്ള. അവിടുന്ന് സ്കാൻ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടോ. ഞാൻ ഓൺ വോയിസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഹോസ്പിറ്റലിൽ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അതങ്ങോട്ട് റിമൂവ് ചെയ്തു. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പോണത്. ഞാൻ കാണിക്കണത് മെഹർബ ഡോക്ടറെ ആയിരുന്നു കേട്ടോ, ലേഡി ഡോക്ടറെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്കൊരുപാട് നാളായിട്ട് നമുക്ക് പീരിയഡ്സിൻ്റെ ഒക്കെ സമയത്ത് എനിക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വയറുവേദന. എന്നാൽ ചിലവർക്കൊന്നും ആ ഒരു സമയത്ത് അവർക്ക് പീരിയഡ്സ് ആവണത് പോലും അറിയാത്തൊരിതുണ്ടാവും, കാരണം വേദനയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകും. പക്ഷേ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ഫസ്റ്റ് ടൈം തൊട്ട് ഇപ്പോൾ ഈ സമയം വരെ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലപോലെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കണം ഡോക്ടറെ പോയി കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ പോയി കാണിച്ചത്. അപ്പോൾ ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് 3 ദിവസം കഴിച്ചിട്ട് കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഇന്ന് ഞാൻ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ സ്കാനിങ് എടുക്കണം, പിന്നെ അത് കഴിഞ്ഞ് ആ റിപ്പോർട്ട് ഡോക്ടറെ പോയി കാണിക്കണം. അതുകൊണ്ട് ലീവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ ആദ്യം സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. 8:30 ആയപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സ്കാനിങ് സെൻറ്ററിലെത്തി. പിന്നെ നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 1 അവർ തന്നെ, അത് കഴിഞ്ഞാൽ നമുക്ക് സ്കാനിങ് റിപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പിന്നെ ഡോക്ടറെ പോയി കാണിച്ച് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ ഇനിയിപ്പോൾ ഏതായാലും ഞാൻ അവർ സ്കൂളിട്ട് വരുന്ന സമയത്തൊന്നും അവിടെ ഉണ്ടാവലില്ലല്ലോ, അവർ വന്നു കഴിഞ്ഞിട്ടല്ലേ ഞാൻ എത്തലുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മക്കൾ വരാനാകുമ്പോഴത്തേക്ക് രാവിലത്തെ ദോശമാവ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം കുറച്ച് ഓയിലൊക്കെ വാങ്ങിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 5 രൂപേൻ്റെ ആ ഒരു ബൂസ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പേക്ക് പാലൊക്കെ വാങ്ങി. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും പഴംപൊരി ഉണ്ടാക്കുക, പിന്നെ ബൂസ്റ്റ് ഒന്ന് കലക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം വരുന്ന സമയത്ത് എപ്പോഴും കുട്ടികൾക്ക് നമ്മളെ അമ്മമാർ വീട്ടിലുണ്ടാവണതാവുമല്ലോ ഇഷ്ടം. അപ്പോൾ ഇവർ വരുമ്പോൾ രാവിലെ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ അതെടുത്ത് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ബേക്കറി അങ്ങനെ സ്റ്റോക്ക് ചെയ്യലൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറായിരിക്കും, രാവിലത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും അവർ കഴിക്കൽ. അപ്പോൾ ഞാനിങ്ങനെ മുമ്പും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മൾ രാവിലത്തെ ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു ദോശമാവിൽ നമ്മൾ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കി ആ ഒരു ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു വലിയ ടേസ്റ്റ് തോന്നൂല, അപ്പോൾ ഒരു സോഫ്റ്റൊക്കെ പോയ പോലെ തോന്നലുണ്ട്. ആ ഒരു ചൂടോടെ ഒരു 1 അവറിനുള്ളിലൊക്കെ നമ്മൾ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ചീനച്ചട്ടി ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞൊരു എന്താ പറയുക പഴംപൊരി ഇങ്ങനെ ചെറുതാക്കിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് കിച്ചുമോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചുമോൾ വരുന്നതിന് മുന്നേ പഴംപൊരിയൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചാണ്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അവളെ കയ്യും മുഖമൊക്കെ ഈ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് വേണ്ടേ, അപ്പോഴത്തേക്ക് ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കട്ടെ, പിന്നെ പഴംപൊരി ഉണ്ടാക്കട്ടെ, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കട്ടെ, ഇനി ഉണ്ടാക്കി വെച്ചാൽ തണുക്കൂടോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവളിനോട് ചോദിക്കാം, അമ്മ എന്താ ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടും പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്, പറയാം കേട്ടോ. ഓക്കെ, ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ബൂസ്റ്റ് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ കിച്ചുമോൾ കുറേ സമയമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കയറിയ സമയം മുതൽ അവൾ ചോദിക്കണം, അമ്മ എന്താ ഡോക്ടർ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു അല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സ്കാനിങ് റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി നമുക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ മനസ്സിലായി. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ മുഴുവനായിട്ടും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓവറിൻ സിസ്റ്റാണ്. മീൻസ് അതായത് നമ്മുടെ സ്ത്രീകളിൽ കാണപ്പെടുന്ന റൈറ്റും ലെഫ്റ്റും ആയിട്ട് 2 അണ്ഡാശയങ്ങളുണ്ടാവും യൂട്രസിനോട് ചേർന്നിട്ട് തന്നെ.
അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ചെറിയൊരു സിസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അതായത് 1.9 വലിയ വലിപ്പം അധികമല്ല, പക്ഷെ നമുക്കിപ്പോൾ മരുന്ന് കഴിച്ചാലത് മാറ്റാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പീരിയഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന ഒരു പെയിന്, ആ പെയിന് പോകാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കുക, അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളൊരു സംഭവം തന്നെയാണ്. എനിക്ക് ആ പെയിന് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വെക്കരുത്, കാരണം തണുത്ത്, അതായത് ഒരു 1-2 മണിക്കൂറിനകത്ത് കഴിക്കണം. പിന്നെ നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചുമോൾക്ക് ഇതൊക്കെ റെഡിയാക്കി കൊടുത്തു. ഇനിയിപ്പോൾ അവൾ കഴിക്കട്ടെ കേട്ടോ. ഇനി ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ കുടുംബാടം പോവുകയാണ്. അപ്പോൾ വിശേഷങ്ങൾ ബാക്കി ഞാൻ പിന്നെ പറയാം കേട്ടോ, അതിൻ്റെ ഫുൾ വിശേഷങ്ങൾ. വണ്ടി എവിടെയാണ്? എങ്ങോട്ട് പോണേ? കുടുംബാടം. വണ്ടി എവിടെ? വണ്ടി വർക്ക്ഷോപ്പിൽ. ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ ഇരുന്നപ്പോൾ വൈകുന്നേരത്തിന് ഞങ്ങൾക്ക് ഒന്നുമില്ല കറി. രാവിലെ എന്തേന്ന് കിച്ചുമോളെ? ഈ പെണ്ണുങ്ങൾക്ക് കിഴങ്ങ് കുറേ പോരി, പൊട്ടറ്റോ ഫ്രൈ, പിന്നെ ദോശയ്ക്ക് ഉണ്ടാക്കിയ ചെറുപയർ കറി. അതിലെ വണ്ടി പോയപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. വർത്താനം പറയാൻ ഞങ്ങൾക്ക് മടിയായിപ്പോയി. അപ്പോൾ ഞങ്ങൾ നിർത്തി. പിന്നെ ഞങ്ങൾ നടന്ന് പോവുകയാണ്. ഇതിലട്ടോ ഹൈസ്കൂൾ വണ്ടിയെല്ലാം നടന്ന് പോവുകയാണ്. എന്നിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് പിന്നെ വണ്ടി അപ്പോഴത്തേക്കും റെഡിയായി കിട്ടും കേട്ടോ. ഇവിടെ തന്നെയാണ് വർക്ക്ഷോപ്പിൽ. എൻ്റെ ബ്രേക്കിന് ചെറിയ പ്രശ്നം, അപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ കൊടുത്തു പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമെങ്കിലും വെറൈറ്റി മീൻ ഏതാണ് ചോദിച്ചോളെ? ചെറിയ വത്തൽ മീൻ കേട്ടോ. അപ്പൊ ഞങ്ങൾ വേഗം നടന്ന് പോട്ടെ. അപ്പൊ എല്ലാവർക്കും ബായ് ആയിട്ടില്ല, ഇപ്പൊ ജസ്റ്റ് ഓക്കെ. അപ്പൊ എന്നോട് ചോദിച്ചിരുന്നു ഫിഷ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ചെയ്യുമോ നോക്കട്ടെ. ചിലപ്പോൾ നേരാണ് ക്ലീൻ ചെയ്യണേ, കാണിച്ചു തരാം. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെന്നിട്ട് വേഗം കുക്കിങ്ങിന് പരിപാടിയാവും. അപ്പോൾ പിന്നെ കാണിക്കാൻ പറ്റൂല. ഓക്കെ, ബൈ. അപ്പോൾ ഞാനിപ്പോൾ കുടുംബാടം പോയി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ആ വത്തൽ മീൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞങ്ങൾ 3 ഒരേപോലെ തിന്നുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുറേ നാളായി മീൻ വാങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് കിളിമീനും വാങ്ങിച്ചു, അതുപോലെ തന്നെ കുറച്ച് അയലമീനും വാങ്ങിച്ചിട്ടോ. എന്തായാലും മൊത്തം ഫ്രൈ ചെയ്യാണ്, കറി വെക്കണമെന്നില്ല. കറി വെച്ചാൽ ചിലപ്പോൾ ആർക്കും ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ സമയം 6:45 ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചുമോള് വിളക്കത്തിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഞാനിനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കൊതുകാണ്. അവിടെ ഇരിക്കാനൊരു ശരിക്കൊരു സ്പേസും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ഇരിക്കാനൊരു നല്ലൊരു സ്ഥലമില്ല. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അകത്ത് സിങ്കിലൊക്കെ വെച്ചിട്ട് മീൻ ക്ലീൻ ചെയ്യാണോന്ന്. സിങ്കിൽ വെച്ച് മീൻ ക്ലീൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല പണിയായിരിക്കും ഇത് കഴിഞ്ഞാൽ. പിന്നെ ആകെ പിന്നെ എന്താ പറയുക, മൊത്തം വൃത്തിയാക്കിയിടേണ്ടി വരും കഴുകാൻ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കിളിമീനിലൊക്കെ ഞങ്ങളിവിടെ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇതിന് പറയുക ചെളുക്ക എന്നൊക്കെയാണ് പറയുക കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും പേര് പറയുമെന്നൊക്കെ അറിയില്ല, ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചെളുക്കയൊക്കെ എന്താ പറയുക, കത്തിയിട്ട് വെച്ച് നമ്മൾ എടുക്കുമ്പോൾ തന്നെ തെറിച്ച് പോകും. പക്ഷേ ഞാനിങ്ങനെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്, കാരണം അകത്താണല്ലോ വെച്ചിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ എവിടേക്കും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പേപ്പറൊക്കെ വിരിച്ചു. ഇനിയിപ്പോൾ പതുക്കെ അങ്ങനെ ആക്കി എടുക്കുകയാണ് ഞാനിതിൽ. ഓരോ പിന്നെ എന്താ പറയുക, മീൻ നന്നാക്കണത് ഇങ്ങനെ സ്പീഡായി കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോ സ്പീഡാക്കിയെന്നേ ഉള്ളേ. നന്നാക്കി എടുക്കണമൊക്കെ പതുക്കെയാണ് നന്നാക്കി എടുക്കണം, കാരണം അതിൻ്റെ ചെളുക്കൊന്നും എവിടേക്കും തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മൾ ആ വീഡിയോയിൽ മുമ്പ് 1-2 കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് വീഡിയോൻ്റെ. ഫിഷ് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. ഫിഷൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ക്ലീൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടത് വലിയ, പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വന്ന ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വത്തൽ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വന്ന് കഴിഞ്ഞിട്ട് അത് നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് പറയുമ്പോൾ അതിന് സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കറി വെക്കാനും അങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ നിൽക്കുന്ന ഒരു ഇതായിരിക്കുമല്ലോ. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തിരക്കിട്ട പണികളല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊന്ന് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ അതൊന്നും അങ്ങനെ കാണിക്കാത്തത്. പിന്നെ ഇപ്പം എനിക്ക് ഒരു 1.5 മാസത്തിന് മുകളിലായിട്ടുണ്ടാവും മീൻ വാങ്ങിയിട്ട്. ചിക്കൻ വാങ്ങിക്കും വീക്കെൻഡിലൊക്കെ, ചിക്കനൊക്കെ വാങ്ങിച്ച് അങ്ങനെ. അല്ലാതെ മീൻ വാങ്ങിച്ചിട്ട് കുറേ മീൻ നല്ല വിലയായിരുന്നു. ഇപ്പോൾ ഇതിനിടയ്ക്കൊക്കെ നല്ല വിലയായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്ന ആ ചെളിക്കും കാര്യങ്ങളൊക്കെ പോയി നല്ല നല്ല വൃത്തിയായി കിട്ടും. നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് മീനൊന്ന് ക്ലീൻ ചെയ്താൽ പിന്നെ കാണാൻ നല്ലൊരു കളറായിരിക്കും മീൻ അല്ലേ.
അപ്പോൾ ആ മീനൊക്കെ ഒന്ന് എന്താ പറയുക കഴുകിയെടുത്തു. ഇനി ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കണം. പിന്നെ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. എന്നിട്ട് ഞാൻ ഈ സിങ്കിൻ്റെ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ, ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, പേപ്പറൊക്കെ ഒന്ന് മാറ്റട്ടെ ഇവിടുന്ന്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും നമ്മുടെ പഴയ കാര്യത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പീരിയഡ്സിൻ്റെ പെയിനും കാര്യങ്ങളുള്ള ആരും, അതായത് നമ്മൾ നോർമലി കുട്ടികൾക്ക് ഉണ്ടാവണം അതല്ലാതെ നമ്മൾ കുറച്ച് മുതിർന്ന ആളുകളുടെ കാര്യമാണ് പറയണത് കേട്ടോ. കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടും നമുക്ക് ഈ പീരിയഡ്സിൻ്റെ സമയത്ത് പെയിൻ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളൊരു ഗൈനക്കോളജിനെ, ഒരു ലേഡി ഡോക്ടറെ കാണിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ കാണിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ പീരിയഡ്സിൻ്റെ ഒരു പെയിൻ ആണല്ലോ എന്നുള്ളത്. പക്ഷെ അത്രത്തോളം പെയിനും, എനിക്കൊക്കെ എന്ത് ഭക്ഷണം ഫുഡ് കഴിച്ചാലും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ സമയം തെറ്റി ഫുഡ് കഴിച്ചാലും ഈ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ, ഈ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്തെങ്കിലും അത് ഡോക്ടറെ കാണിക്കാൻ തോന്നിയതും അതുപോലെ തന്നെ സ്കാനിങ് എടുക്കാൻ തോന്നിയതൊക്കെ വളരെ നന്നായി എനിക്ക് തോന്നുന്നത്. ഒരുപാട് രോഗം നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നതിനേക്കാളും അതിൻ്റെ ആ തുടക്കത്തിൽ തന്നെ നോക്കിയാൽ അത് നമുക്ക് മരുന്ന് കഴിച്ചാൽ മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് ആ ഒരു അസുഖത്തിനുള്ള മരുന്ന് ഇപ്പോൾ തന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്ലഡൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടാബ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തന്നത്. ഇനി നമ്മൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ മെഡിസിനൊക്കെ പിന്നെ തരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഒരു 3 months ഒക്കെ കഴിക്കേണ്ടി വരും, അങ്ങനെയാണ് ഡോക്ടർ അപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഡോക്ടറെ പോയി കാണണം. അപ്പോഴേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുള്ളൂ. പേടിക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ പീരിയഡ്സിൻ്റെ ആ സമയത്തൊന്നും കൂടി അപ്പം കഴിക്കാനൊരു ഗുളിക ഇപ്പോൾ തന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഹൈ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പെയിനും നല്ലപോലെ ഉണ്ട്. അപ്പോൾ അതിനുള്ള മരുന്ന് ഇപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കട്ടെ. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ അല്ലേ. പ്രാർത്ഥന, എന്ത് അസുഖങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നോക്കുക, ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുപോലെയൊക്കെ വരും. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള വലിയ ആളുകളാണെങ്കിൽ ഇങ്ങനെ പീരിയഡ്സിൻ്റെ സമയത്തുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് പോയി ചെക്ക് ചെയ്യണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. മഞ്ഞൾപ്പൊടി, അതായത് മുളകും പൊടി കുറച്ചിട്ടിട്ട് കുരുമുളകും കൂടുതൽ ചേർക്കുക, കുരുമുളക് പൊടി കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കളറിന് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചെറിയുള്ളി ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻസ് നാരങ്ങയുടെ നീര്, ലെമൺ ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. വിനീഗർ ഉണ്ടെങ്കിൽ ഞാൻ വിനീഗറാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. സുർക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കും. അതില്ലായിരുന്നു. അപ്പോൾ ഞാൻ നാരങ്ങ നോക്കുമ്പോൾ നാരങ്ങ ഉണ്ട്, അപ്പോൾ അതും കൂടിയാണ് ചേർക്കണത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി കുറച്ചായതുകൊണ്ട് തന്നെ മീനിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലും കൂടെ ചേർത്തു. പക്ഷേ എരിവുണ്ടാവും, നമ്മൾ കുരുമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർക്കണോണ്ട് എരിവ് നല്ലപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മസാല തേച്ച് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. മീൻ അങ്ങനെയാണ് ചെയ്യുന്നത്. മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഫ്രീസറിലേക്ക് കൊണ്ടുവയ്ക്കും. എന്നിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മീനല്ലേ നന്നാക്കിയത്, അപ്പോൾ ഇതിനെ കുളിച്ചേ പറ്റൂ. പിന്നെ അത് പെപ്പർ പൗഡറാണ് കേട്ടോ. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പെപ്പറാണ്, ക്രഷ് ചെയ്തിട്ടുള്ളത്, നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇത് ചെറുള്ളി ചതച്ചതും കൂടിയാണ് കേട്ടോ. പിന്നെ ഞാനിതിന് മുമ്പേ അതായത് എനിക്കൊന്ന് ഒരു വർഷമായി കാണും. ഇതുപോലെ എനിക്കിതുപോലെ നല്ല പെയിന്, വയറ് നല്ല വേദനയൊക്കെ ആയിട്ട് ഞങ്ങളൊരു ലേഡി ഡോക്ടറെ പോയി കാണിച്ചിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഡോക്ടറോട് പറയണമെന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് സ്കാനിങ് ചെയ്ത് നോക്കുക എന്നുള്ളത്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പീരിയഡ്സിൻ്റെ സമയത്തുള്ള വയറുവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് യൂട്രസിനോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ചെറിയ മുഴകളോ അങ്ങനെയൊക്കെ ഉണ്ടാവും. മേ ബി അങ്ങനെ ഉള്ളതുകൊണ്ടാവാം കൂടുതൽ ഈ വേദനയൊക്കെ ഉണ്ടാവണം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നേക്ക് ഡോക്ടറോട് പറയണമെന്നുണ്ടായിരുന്നു സ്കാനിങ് എടുത്ത് നോക്കിയാലോ എന്നുള്ളത്. പക്ഷെ നമ്മളെക്കാൾ അറിവുള്ളവരല്ലേ അവരെന്ന് വിചാരിച്ചിട്ട് അവരന്ന് ആ ഡോക്ടർ അന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നു എന്നല്ലാണ്ട് സ്കാനിങ്ങിന് അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ളൊരു പ്രോസസ്സിങ് അവിടെ നടന്നില്ല. അത് കഴിഞ്ഞിപ്പോൾ 1 വർഷത്തോളം ആയിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേദന വരുമ്പോൾ ഈ കഴിഞ്ഞ മന്ത് വരെ ഞാൻ വേദന വന്ന സമയത്ത് ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ട്.
നമുക്ക് വേദന നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മീനിൽ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചു. ഇനി അത് ഫ്രീസറിലേക്ക് വെക്കട്ടെ. എന്നിട്ട് ഈ പാത്രം കൂടെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. അപ്പോൾ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. നമുക്ക് ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ മീൻ വെച്ചിട്ടുണ്ട്, ഒന്ന് എടുക്കത്തില്ല. സെറ്റായിട്ടിരിക്കില്ല. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു. ഞാനിവിടെ അടുക്കളയിൽ ചെയറിട്ടിട്ട് ഇരുന്നു. കണ്ടോ, മക്കളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ് കുളിയും മീൻ നന്നാക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വകയായി. കുറേ നാളായി ഞങ്ങളിങ്ങനെ മീൻ വാങ്ങിയിട്ട് കേട്ടോ. ഒന്ന് രണ്ടും കളിപ്പിച്ച് 2 കിലോ മീനാണ് വാങ്ങി. ഇനിയിപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ വറക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു വറുത്ത് വെക്കായിരിക്കും നല്ലത്. എല്ലാം ഫ്രീസറിൽ വെച്ചാൽ 2 ദിവസമൊക്കെ, ഒരു ദിവസം കുഴപ്പമുണ്ടാവില്ല. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. എന്തായാലും രണ്ടും കളിപ്പിച്ചെന്ന് വാങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.